സിനിമ ഇസ് എ റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അപ്പം എനിക്കിതൊരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള ഫിലിമാണ്. എൻ്റെ സെക്കൻഡ് ടൈം വിത്ത് മമ്മൂക്ക. ഐ എം റിയലി ഗ്ലാഡ് ടു ഷെയർ സ്ക്രീൻ വിത്ത് മമ്മൂക്ക അണ്ടർ ഗൗതം സാസ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഐ എം ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് ഡൊമിനിക്. ഇറ്റ്സ് ഗോട്ട് സോ മെനി ട്വിസ്റ്റ് ആൻഡ് ടേൺസ്, അൺഎക്സ്പെക്റ്റഡ് മൊമെൻറ്റ്സ്, ഓൾസോ മമ്മൂക്കാസ് ഹ്യൂമർ. അപ്പം I am also an international award winner for Best Actress. Really hoping for more opportunities and looking forward. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് വളരെയധികം സന്തോഷം. ഓൾസോ സപ്പോർട്ട് മീ ആൻഡ് ഡൊമിനിക് ഫിലിം ബൈ ഗോയിങ് ടു തിയേറ്റേഴ്സ്. ഗോകുൽ സുരേഷ്, ഹീ ഈസ് എ റിയലി നൈസ് ഗായ്, എ ചിൽ ഗായ്. ഓൾസോ സപ്പോർട്ടീവ്, ടോക്കറ്റീവ് ആണ് ആൾ. എന്താ പറയുക, പറഞ്ഞു തരും, ഓക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. നമുക്ക് വാസ് ഗുഡ് വർക്കിംഗ് വിത്ത് ഇറ്റ് വാസ് എ ഗുഡ് ടീം ആക്ച്വലി. പിന്നെ ഗൗതം സാറിനെ കണ്ടത് തന്നെ ഐ ആം സോ ഹാപ്പി ടു വർക്ക് വിത്ത് ഹിം. റിയലി ഗ്രേറ്റ് എക്സ്പീരിയൻസ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. മസ്റ്റ് വാച്ച്. വർക്ക്സ് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു സീരീസ് ചെയ്യുന്നുണ്ട്, ഉഷാറാക്ക് എന്ന് പറഞ്ഞിട്ട്. ഇറ്റ്സ് എ വെബ് സീരീസ്. അപ്പം ഒബ്വിയസ്ലി ഐ എം ഗോണ സ്റ്റേ ഇൻ ദിസ് ഫീൽഡ്, നോട്ട് ഗോണ ഗിവ് അപ്പ് ഓർ എനിത്തിങ്. താങ്ക് യു സോ മച്ച്. പടം നല്ല ഉഷാർ പടമല്ലേ? കാരണം നമുക്ക് ഇത്രയും പ്രായത്തിൽ ഇത്രയും ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര സംഭവട്ടാ. കാരണം ഇതിൽ ഡാൻസ് കണ്ടിട്ട് ദിലീപിന്റെ ഡാൻസ് കണ്ടിട്ട് പോയി തോന്നി, ജനപ്രിയതായ ഡാൻസ് ആയിട്ട് തോന്നി എനിക്ക്. ഇങ്ങനെ ആ സ്റ്റെപ്സ്, കാരണം ഇത് പക്ക ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ടർബോന് ശേഷം ഒരു സീരിയസ് സെന്റിമെന്റ്സ്, ലവ് ട്രാക്ക്, പിന്നെ കോമഡി എല്ലാം കൊണ്ട് തന്നെ വർക്കൗട്ടായി പോകേണ്ട മലയാള ചിത്രം തന്നെയാണ്. ഒരുപാട് പേര് ലാഗായിട്ട് പറയുന്നുണ്ട്, കൊള്ളില്ലെന്ന് പറയുന്നുണ്ട്. മലയാള സിനിമ കൊള്ളില്ലെന്ന് പറയേണ്ട ആവശ്യമില്ല. നീയൊക്കെ ഒരു ഷൂട്ടിംഗ് കണ്ടിട്ട് വേണം സിനിമയെ പറ്റി കുറ്റം പറയാൻ. നമ്മൾ സിനിമ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. എന്റെ അഭിനയത്തിനെ പറ്റി ഫസ്റ്റ് ടൈം മമ്മൂക്കയോടെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. മമ്മൂക്കയോടൊന്നല്ല, ആദ്യമായിട്ട് ഞാൻ ഫിലിമിന് അതെ ശരിയാണ്. എന്നാലും ഫസ്റ്റ് ടൈം തന്നെ മമ്മൂക്കയോട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയില്ലേ? അതെ ഞാൻ അഭിമാനിക്കുന്നു. അതെ എൻ്റെ രണ്ട് ഫ്രണ്ട്സാണ് എൻ്റെ റൈറ്റേഴ്സ്. അവരോട് ഞാൻ പറഞ്ഞു അഭിനയിക്കണമെന്നല്ലേ പറഞ്ഞു. അതെ, ഏട്ടൻ്റെ അടുക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞ സീനുണ്ടല്ലോ, ഞാൻ പറയുന്നില്ല, പറഞ്ഞൊരു സ്പോയിലറാണ്. അതിൻ്റെ അകത്തൊരു ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോ വെച്ചാൽ മതിയെന്ന്. അപ്പോഴത്തേക്കും അതിലൊരു ചേട്ടൻ തന്നെ, എടാ നിനക്ക് എന്തിനാണ് ആ ഫോട്ടോ, നീ ഒന്ന് അഭിനയിച്ചൂടെ, ഒരു ഡയലോഗുള്ളൊരു സീൻ അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ അവർ തന്നെയാണ് ആ സീൻ കൊടുത്തത്. അപ്പം ഇങ്ങനെ മമ്മൂക്കയുടെ ഒരു ഡയലോഗ് പറഞ്ഞ് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ, അത് മുഖത്ത് നോക്കിയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ, അതിനുപരി GVM എന്ന വ്യക്തിയെ നമ്മൾ 90 കിഡ്സ് ഞങ്ങളെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ പെങ്ങൾ അതാണ് ഭയങ്കര പ്രാന്തി, അതോ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. GVMനെ കാണാനായിരുന്നു അവൾ തെറ്റി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനൊക്കെ ഉപരി നമുക്ക് സത്യം പറഞ്ഞ പടത്തിലുപരി ഉള്ളിൽ നമ്മുടെ ബാക്കിൽ നിന്ന് സിനിമ കാണുന്നത് അതൊക്കെ ഭയങ്കര സ്വപ്നമാണ് പറയുമ്പോൾ. അതെ ഒത്തിരി സന്തോഷം. അത് തന്നെ ഞങ്ങൾ കാണണമെന്ന് പറയുന്നത്, അല്ല നമ്മൾ കാണരുതെന്ന് പറയും. പടം എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഇഷ്ടപ്പെടും. കാര്യം ആ ഒരു ഞാൻ എടുത്തു പറയുന്ന GVM എങ്ങനെയാണോ നായികമാരെ പ്ലേസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു പഠിക്കണം. അത് എങ്ങനെ ഭയങ്കര അത്ഭുതം തോന്നുന്നു, എങ്ങനെ ഇത്ര സൗന്ദര്യം ഉണ്ടാക്കിയെടുക്കുന്നത്. കേട്ടോ പറു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഇതിനകത്ത് നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് വന്നിട്ടുള്ളത്. അതുപോലെ സസ്പെൻസും അത്ര എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നൊരു സസ്പെൻസൊന്നും അല്ല. ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി അത്ര വർക്കായില്ല. അതായത് മമ്മൂട്ടിയുടെ ക്യാരക്ടറും ആ ഒരു ക്യാരക്ടറും പ്രസൻറ്റ് ചെയ്ത രീതിയും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കഥ നോക്കുകയാണെങ്കിലും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പോയ രീതി വെച്ച് നോക്കിയാലും എനിക്കത്ര എൻഗേജിങ് ആയിട്ടോ എനിക്കത്ര പുതുമയുള്ളതായിട്ടോ എനിക്ക് തോന്നിയില്ല. കുറച്ച് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളൊരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. എനിക്കത് പേഴ്സണലി ഒട്ടും വർക്കായില്ല. കോമഡി പ്ലേസ് ചെയ്ത രീതി നന്നായിട്ടുണ്ട്. കോമഡി ഭയങ്കര ഓർഗാനിക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കോമഡി എല്ലാം നല്ല രീതിയിൽ ലാൻഡ് ആയിട്ടുണ്ട്. മമ്മൂട്ടി അത് ചെയ്യുന്ന രീതി നല്ല രസമാണ്. പക്ഷേ ഇൻവെസ്റ്റിഗേഷനിലേക്ക് വരുമ്പോൾ എനിക്കത്ര ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല. പേഴ്സണലി എനിക്കതാ ഒപ്പീനിയൻ. ഇത് GVM ഡയറക്റ്റ് ചെയ്തൊരു പടമാണെന്ന് തന്നെ തോന്നില്ല. കാരണം ടോട്ടലി വേറെ ഏതൊരു ഡയറക്ടർ ചെയ്തൊരു ഫീലാണ് കിട്ടുക. കാരണം നമ്മുടെ മനസ്സിലുള്ളൊരു സിനിമയുണ്ടല്ലോ GVM ചെയ്യുന്നൊരു ടൈപ്പ്, ഇത് അങ്ങനത്തെ ഒരു പടമേ അല്ല. ഒരു ഓർഗാനിക്കായിട്ട് തുടങ്ങി, എന്നാൽ ചില സമയത്ത് ഇത്തിരി ഓവർ ദ ടോപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എനിക്കത്ര വർക്കായില്ല. പക്ഷേ മമ്മൂട്ടിയുടെ ഒരു ക്യാരക്ടർ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. ക്ലൈമാക്സ് ട്വിസ്റ്റ് എനിക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടാണ് തോന്നിയത്. നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരു 30 കൊല്ലം മുമ്പ് കണ്ടിട്ടുള്ള ഒരു സിനിമയുടെ അതേ ട്വിസ്റ്റ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്കത് അത്ര പേഴ്സണലി വർക്കായില്ല. തിയേറ്ററിൽ ഓടും, മമ്മൂക്ക ആയതുകൊണ്ട് തന്നെ പടം ഓടാൻ നല്ല ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും എനിക്കത്ര പുതുമ തോന്നിയില്ല. കുറച്ചും കൂടിയൊക്കെ നന്നാക്കാമായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ പോലെ ഒരു ആക്ടറിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയിട്ട് ഇത്രയും ചെയ്താൽ പോരാ. നല്ലൊരു സിനിമ അർഹിക്കുന്നുണ്ട് ഈ ഒരു ഡൊമിനിക് എന്ന് പറഞ്ഞ ക്യാരക്ടർ. ആ ക്യാരക്ടർ അടിപൊളിയായിരുന്നു. പക്ഷേ സിനിമ അത്ര ഇമ്പ്രസീവ് ആയില്ല. അതാണ് പ്രശ്നം.
അത്രയ്ക്ക് സ്ക്രീൻ ടൈം അത് ഒരുപാടില്ല, പക്ഷേ കണ്ടിരിക്കാൻ രസമായിരുന്നു. പക്ഷേ കുറച്ചും കൂടിയൊക്കെ കൊടുക്കാമായിരുന്നു. കാരണം മമ്മൂട്ടിയുടെ കൂടെ നടക്കുന്ന ഒരു ക്യാരക്ടറാണ്, കുറച്ചും കൂടി ഒരു ഐഡൻറ്റിറ്റി കൊടുക്കാമായിരുന്നു. ഇതിൽ ചുമ്മാ മമ്മൂട്ടിനെ പ്രൈസ് ചെയ്യാന്നുള്ളതല്ലാതെ പ്രത്യേകിച്ചൊരു വ്യക്തിത്വം കൊടുത്തിട്ടില്ല. ചുമ്മാ ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ല, പക്ഷേ ഇതിനേക്കാളും നല്ലൊരു ട്വിസ്റ്റ് വേണ്ടിയിരുന്നു. ഞാനതിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. പിന്നെ ട്വിസ്റ്റ് റിവീൽ ചെയ്യാതെ തന്നെ പറയുകയാണെങ്കിൽ അവരങ്ങനെയല്ല പ്രസൻറ്റ് ചെയ്യേണ്ടിയിരുന്നത്. കാരണം അവരെന്തോ വില്ലന്മാരായിട്ട് കാണിക്കുന്ന രീതിയിലാണ് ട്വിസ്റ്റ് വന്നിട്ടുള്ളത്. നല്ല രീതിയിലായിരിക്കും ഉദ്ദേശിച്ചത്, പക്ഷേ അത് ഇമ്പാക്റ്റ് ആ നല്ല രീതിയിലല്ല എടുക്കുക. അത് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ടില്ല. കൊള്ളാം കൊള്ളാം, നല്ല പടം. നല്ല പടമാണ്, അടിപൊളി ക്രൈം ഡ്രാമയാണ്. നല്ല അടിപൊളിയായിട്ട് ആദ്യം മുതൽ അവസാനം വരെ നല്ല ആളുകളെ പിടിച്ചിരുന്നുണ്ട്. ബോറടി ഒന്നുമില്ല. നന്നായിട്ട് മമ്മൂക്ക ഗോകുൽ സുരേഷ് നല്ല അടിപൊളി കൂട്ടുകെട്ടാണ്. നല്ല സൂപ്പറായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇൻട്രസ്റ്റിംഗും ആണ്, എല്ലാം കൊണ്ടും സൂപ്പറാണ്, ബ്ലോക്ക് ബസ്റ്ററാണ്.